ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു സൂപ്പർ ഐറ്റാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എത്ര കഴിച്ചാലും മതിയാവാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 3/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 കോഴിമുട്ട കൂടി എടുത്തിട്ടുണ്ട്. ആ ഒരു കോഴിമുട്ടയും നമുക്ക് ഈ ഒരു പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം അത് ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനിപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു പാന് ചൂടാകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററിൽ ബ്രെഡ് ഒന്ന് ഡിപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു പാനിലേക്ക് വെച്ച് കൊടുക്കുക. അതിനിപ്പോൾ നമ്മുടെ ഈ ഒരു ടൈമിൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കളർ മാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. ആ ഒരു വൈറ്റ് കളർ ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് ബ്രെഡ് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പാലിൻ്റെയും മുട്ടയുടെയും മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ടീസ്പൂണിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക സ്പ്രെഡാക്കി കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ മേലെയും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പാലിൻ്റെയും മുട്ടയുടെയും മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മിൽക്ക് മെയ്ഡ് നമുക്കൊരു ബ്രെഡിൻ്റെ മേലേക്ക് എത്രമാത്രം ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം മിൽക്ക് മെയ്ഡൊക്കെ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മേലോട്ട്. 5 രൂപേൻ്റെ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ഐസ്ക്രീം നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കത് എത്രമാത്രം ഐസ്ക്രീം ഇതിലേക്ക് ഇട്ടെടുക്കണം അത്രമാത്രം ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഐസ്ക്രീമിൻ്റെ പകരം നമുക്ക് ക്രീം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ എല്ലാ സൈഡിലും ഈ ഒരു ഐസ്ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ബ്രെഡ് അത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊടിഞ്ഞു പോവാണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനിപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. സ്നിക്കേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒരു എന്താ പറയുക ക്രഷ് ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് പാടിട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് ഫ്രീസറിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്ന് തണുപ്പിച്ചെടുത്തതിൻ്റെ ശേഷം വേണം നമ്മൾ ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ഐറ്റം തന്നെയാണ് ഇത്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക. ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.